നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ ഒരു പേപ്പർ ക്രാഫ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് ഇതേപോലെ ഒരു കളർ പേപ്പർ 20x20 സെൻറ്റിമീറ്ററിൽ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നടുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അത് നിവർത്തിയതിന് ശേഷം പിന്നെയും മറ്റേ ഭാഗം കൂടെ ഫോൾഡ് ചെയ്യാം. ഇനി അത് ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്യാം. അതേപോലെ രണ്ട് ഭാഗവും ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നമ്മൾ നടുക്ക് ഫോൾഡ് ചെയ്തിട്ടില്ലേ, ആ ഭാഗം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. രണ്ട് ഭാഗവും ഉള്ളിലേക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിനെ പിന്നെ തിരിച്ച് അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യുക. അത് ആ നടുവിലുള്ള ലൈനിന് കറക്റ്റാക്കി പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യുക. അതേപോലെ രണ്ട് ഭാഗത്തുനിന്നും ഫോൾഡ് ചെയ്യാം. ഇതുപോലെ രണ്ട് ഭാഗത്തുനിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ, ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഗിഫ്റ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. ഫോൾഡിങ് കറക്റ്റായിട്ട് ഇരിക്കണം. ആ നടുഭാഗം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുമായിട്ട് മടക്കിയെടുക്കുക. അത് ഇതിൽ കാണുന്ന പോലെ ചെയ്യുക. നമ്മളത് മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതേപോലെ ആക്കിയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിന് ഇനിയും ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗമാണ് മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് മടക്കി കൊടുക്കുമ്പോൾ ഒരു ഭാഗം കറക്റ്റ് ലൈനിന് കറക്റ്റ് ആക്കിയിട്ടും മറ്റേ ഭാഗം കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ടും വേണം നമ്മളത് മടക്കി കൊടുക്കാൻ. അത് ശ്രദ്ധിക്കണം. നമുക്കിതൊരു ലോക്ക് പോലെ ആക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഭാഗം കറക്റ്റ് ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് സെൻറ്ററിൽ മടക്കുക. മറ്റേ ഭാഗം കുറച്ച് ആ താഴ്ഭാഗം ഒന്ന് കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ കയറ്റി വെച്ച ഭാഗം വെച്ചിട്ട് നമ്മൾ അതൊരു ലോക്ക് പോലെ ആക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്യാം. പറയുന്നതിനേക്കാളും ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുപോലെ നന്നായി ലോക്ക് പോലെ എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇതുപോലെ ലോക്കാക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലും ബാക്കിലും കൂടെ പിടിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ബാക്കിലൊരു ഹോൾ ഉണ്ടാവും, അതിലെ കൂടെ ഒന്ന് ഊതി കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഓരോ ഇതളുകളും ഇങ്ങനെ മെല്ലെ നിവർത്തി എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു താമരമൊട്ടായിട്ട് കിട്ടും. ചെയ്യാൻ ഈസിയാണ്, പക്ഷെ ആ ഫോൾഡിങ് ഒന്ന് കറക്റ്റായി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനൊരു ഇലയും തണ്ടും കൂടെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ഭംഗിയുള്ളൊരു താമരയായിട്ടില്ലേ. ഇനി ഇതേപോലെ തന്നെ 20x20 സെൻറ്റിമീറ്ററിൽ തന്നെ ഒരു പേപ്പർ എടുക്കുക. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. നമുക്ക് തണ്ടിന് മലയ്ക്കൊക്കെ ഒരു പച്ച കളർ കൊടുക്കല്ലേ നല്ല വേണ്ടത്. അപ്പോൾ അത് ഇതേപോലെ ക്രോസിൽ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും ഈസി അത് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ട് ഭാഗവും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം തിരിച്ചു വെച്ചിട്ട് താഴെ ഭാഗവും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക.
നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ആ അറ്റം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ തിരിച്ചു വെച്ചിട്ട് ആദ്യം ഫോൾഡ് ചെയ്ത ഭാഗം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. രണ്ട് ഭാഗവും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. നല്ലപോലെ പിടിച്ച് പ്രസ് ചെയ്ത് മടക്കിയെടുക്കുക. എന്നിട്ടിത് ഒന്ന് നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇലയുടെ ഭാഗമുണ്ട്, ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് മെല്ലെ ഒന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ടിത് നടുഭാഗം മടക്കി കൊടുക്കുക. ഒന്നിച്ച് പിടിച്ചിട്ട് നടുഭാഗം മടക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തണ്ടും ഇലയും ആയിട്ട് കിട്ടും. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ താമരയ്ക്ക് തണ്ടും ഇലയൊക്കെ ആയി. പിന്നെ ആ താമര എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു പേപ്പർ ലോട്ടസ് ആയി. അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ വെക്കേഷനിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്കിങ്ങനെ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും